ഹായ്! കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. നമ്മൾ ഇതിനു മുൻപ് അറേയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അറേ ഒരു ഡേറ്റാ സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ ഒരു ഡേറ്റാ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതൊരു ലീനിയർ ഡേറ്റാ സ്ട്രക്ചറാണ്, അതായത് കണ്ടിന്യൂസ് മെമ്മറി അലൊക്കേഷൻ ആണ്. അതിനെയാണ് ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അൺലൈക്ക് അറേ, ഇത് ഒരു കണ്ടിന്യൂസ് മെമ്മറി സ്പേസ് എടുക്കുന്നില്ല എന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, അറേയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, 1 2 3 അല്ലെങ്കിൽ 4 ഇങ്ങനൊരു ഒരു ഇൻഡിജറിന്റെ അറേ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ഇപ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ 2 1 2 3 അങ്ങനെ. ഇതിപ്പോൾ ഞാൻ അറേയുടെ പൊസിഷനിങ് ആണ് 0 1 2 3. നമ്മുടെ മെമ്മറിയിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു 5000 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 5000. പിന്നെ ഇതിപ്പോൾ ഇൻഡിജർ ആണ് ഒരു 4 ബൈറ്റ്, അത് കഴിഞ്ഞ് 5004, അത് കഴിഞ്ഞിട്ട് 5008, അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഒരു കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ ആയിരിക്കും മെമ്മറിയിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ A50 എന്ന് പറഞ്ഞു കൊടുത്തു, അത്രയും വേണ്ടി വരില്ല. അപ്പോൾ അവിടെ വേസ്റ്റേജ് അല്ല ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ ആണ് അറേയിൽ വരുന്നത്. അത് കമ്പാരിറ്റീവ്ലി സ്പേസ് കൺസ്യൂമിങ് ആണ്. ചിലപ്പോൾ അത്രയും ലൊക്കേഷൻ നമുക്ക് വേണ്ടി വരില്ല, ചിലപ്പോൾ അത്രയും ലൊക്കേഷൻ മെമ്മറിയിൽ കാണില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഉപയോഗം വരുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് നോട്ട്സ് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്ന W3 സ്കൂൾസ് ആയിരുന്നു. കണ്ടോ, ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഈ ഒരു നോട്ട്സ് ആട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റ് ആസ് ദ വേർഡ് ഇംപ്ലൈസ് എ ലിസ്റ്റ് വേർ ദ നോട്ട്സ് ആർ ലിങ്ക് ടുഗദർ. ഇതിലെ മെയിൻ പോയിന്റ് എന്താണ്, ഇതിൽ നോട്ട്സ് ഉണ്ട്. ഓരോ നോഡിലും ഡേറ്റയും അതിന്റെ പോയിന്ററും ഉണ്ട്. ഞാൻ അതെന്താന്ന് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഒരു നോഡ് എന്ന് പറയുന്നത് 2 പാർട്ടാണുള്ളത്. ഇവിടെ ഇതാണ് വാല്യൂ, ഇതാണ് ഡേറ്റ. ഇതെന്താണ് ഞാൻ PTR എന്ന് കൊടുക്കാം, അതായത് പോയിന്റർ. അടുത്ത ഒരു വാല്യൂ, ഇത് ഡേറ്റ, ഇത് പോയിന്റർ. ഈ പോയിന്റർ എന്താണ്, അടുത്ത വാല്യൂ ഇന്ന ലൊക്കേഷനിലാണെന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇതൊരു 1000 ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ 1001, ഇത് 5000. ഇവിടെ എന്തായിരിക്കും, ഇതിന്റെ അഡ്രസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതാണ് ഈച്ച് നോഡ്, അതായത് ലിങ്ക്ഡ് ലിസ്റ്റിലെ ഇതിനെ നോഡ് എന്നാണ് പറയുന്നത്, ഓരോ ലൊക്കേഷനെ. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഡേറ്റായി വരും, ഓരോ നോഡിലും ഡേറ്റായും വരും, അതിന്റെ നെക്സ്റ്റ് വാല്യൂവിനെ പോയിന്റ് ചെയ്യുന്ന പോയിന്ററും വരും. ഇങ്ങനെ വന്ന് ലാസ്റ്റ് വാല്യൂവിനകത്ത്, ലാസ്റ്റ് നോഡിനകത്ത്, ഇതിപ്പോൾ 3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 വരും, നെക്സ്റ്റ് വാല്യൂ ഇല്ല, അപ്പോൾ അവിടെ നള്ളാണ് ആക്കി കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അറേയും ലിങ്ക്ഡ് ലിസ്റ്റ് നോക്കൂ, കാണുമ്പോൾ ലീനിയർ ആണ്, പക്ഷെ ഇത് ഇവിടെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനും ഇവിടെ നോൺ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനും. അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഓക്കെ, ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്രീ സ്പേസ്. അതായത് എവിടൊക്കെയാണോ ഫ്രീ സ്പേസ് വരുന്നത് അവിടേക്ക് ഇത് അലോക്കേറ്റ് ചെയ്യപ്പെടും. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും സ്പേസ് അവിടെ എടുക്കാൻ കാണത്തില്ല, അല്ലേ? പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഉള്ളിടത്ത് ആഡ് ചെയ്ത് പോകുന്നു. ഇതിപ്പോൾ 1001 ആണ്, ഇത് 5000 ആണ്, ഇത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലൊക്കേഷൻ ചിലപ്പോൾ 3000 ഒക്കെ ആയിരിക്കും. ഉള്ള സ്ഥലത്ത് നമ്മൾ എവിടെയൊക്കെയാണോ ഫ്രീ സ്പേസ് അലോക്കേറ്റ് ആയി വരുന്നത് അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഡേറ്റ അല്ല, ഈ ഒരു നോഡ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അറേയിൽ നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഇടയ്ക്ക് വെച്ചൊരു വാല്യൂ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചൊരു വാല്യൂ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബാക്കി വാല്യൂവിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം, അല്ലേ? നമ്മൾ ഇവിടെ നോക്കും, നമുക്കിപ്പോൾ ഇവിടേക്ക് ഒരു വാല്യൂ ആഡ് ചെയ്യണം, ഇവിടേക്കൊരു 5 ആഡ് ചെയ്യണം എന്നിരിക്കട്ടെ, 5 എന്നുള്ള വാല്യൂ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 നോഡിനെ മാത്രമേ എഫക്ട് ചെയ്യത്തുള്ളൂ. നമുക്ക് ഈ 1 കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞിട്ട് വേണം 2 വരാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 1 കഴിഞ്ഞിട്ടുള്ള ലൊക്കേഷൻ ഇങ്ങോട്ടേക്ക് കൊടുക്കണം. ഞാൻ പിക്ചോറിക്കലായിട്ട് കാണിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ഇതിന്റെ നെക്സ്റ്റിൽ ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഈ 2 നോഡുകളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലേ? ഇതാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും.
അതുകൊണ്ടാണ് പറയുന്നത് അറേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ലിങ്ക്ഡ് ലിസ്റ്റിൽ എളുപ്പമാണ്. ഞാൻ ഇന്ന് പ്രോഗ്രാമിക്കലി ഒരു അറയിൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് വാല്യൂ, അതായത് അറയുടെ ഹെഡിൽ ഒരു വാല്യൂ, ഫ്രണ്ടിൽ ഒരു വാല്യൂ ആഡ് ചെയ്യുന്നതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. എനിക്ക് ജാവാസ്ക്രിപ്റ്റ് ആണ് കൂടുതൽ അറിയാവുന്നത്. അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ക്ലാസ് ഉപയോഗിച്ചാട്ടോ ചെയ്യുന്നത്. ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലാസിന്റെ പേരാണ് നോഡ്. അപ്പോൾ ഈ ഓരോ നോഡുമാണ് ഈ നോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലാസ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ജാവയിലെ പോലെയല്ല, ജാവാസ്ക്രിപ്റ്റിൽ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡേറ്റ എന്ന് പറയുന്നത് ഈ വരുന്ന ഓരോ ഡേറ്റയാണ്. ഈ ഡേറ്റയാണ് ഈ ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പോയിന്ററാണ് നെക്സ്റ്റ്. ഡീഫോൾട്ട് ഞാനിവിടെ നള്ളാണ് കൊടുത്തിരിക്കുന്നത്, കാണുന്ന വിശ്വസിക്കുന്നു. കാരണം നമ്മളൊരു ഫസ്റ്റ് നോഡ് സ്റ്റാർട്ട് ചെയ്തു 1, അത് നെക്സ്റ്റ് അറിയില്ല, അപ്പം അവിടെ നള്ളാണ് വരുന്നത്. പിന്നെ ഇതിലോട്ട് ഈ നെക്സ്റ്റിലോട്ട് ഈ ഇതിന്റെ വാല്യൂ ആഡ് ചെയ്താണ് വരുന്നത്. ഓക്കെ, ഞാൻ അത് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ ഡേറ്റ ഇവിടെ വരുന്നു, ഈ ഡേറ്റ ഇവിടെ വരുന്നു, നെക്സ്റ്റും ഇവിടെ വരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഒരു നോഡിന്റെ സ്ട്രക്ചർ. ഓക്കെ, അതാണ് നോഡിന്റെ ക്ലാസ്. അടുത്ത ക്ലാസ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഞാൻ 2 ക്ലാസ് ഉപയോഗിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഒന്ന് ഓരോ നോഡിന് വേണ്ടിയിട്ടും നോഡ് എന്ന് പറഞ്ഞ ഈ ക്ലാസ്സും, പിന്നെ മൊത്തത്തിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ക്ലാസ്സും. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. കൺസ്ട്രക്ടർ ഉപയോഗിച്ച് ഹെഡ് വാല്യൂ നള്ളാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ 2-3 വട്ടം എടുത്തിട്ട്, അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ ഒക്കെ കാണുന്നത്. ഓക്കെ, ഇൻസേർട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇൻസേർട്ട്, അതായത് ഇൻസേർട്ട് ഫസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യം ഇപ്പോൾ ഒരു 100 വാല്യൂ ആഡ് ചെയ്തു, അടുത്ത വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ഇതിന് മുൻപ് ആഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇൻസേർട്ട് ഫസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫംഗ്ഷനകത്ത് എന്തൊക്കെയാണ് പാസ് ചെയ്തിരിക്കുന്നത്? ഡേറ്റ പാസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡേറ്റ ഇവിടെ പാസ് ചെയ്തു. അപ്പം നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്കിതൊന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിത് ഓരോന്ന് എന്താണെന്ന് പറയാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ഈ ഒരു ഫംഗ്ഷനകത്ത് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ലെറ്റ് ലിസ്റ്റ് ഈക്വൽ ടു ന്യൂ ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് എന്ത്? ലിസ്റ്റ്. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ടാണ് ഇതിലെ ഓരോ ഫംഗ്ഷനും ഞാൻ കോൾ ചെയ്യുന്നത്. ലിസ്റ്റ് ഡോട്ട് ഇൻസേർട്ട് ഫസ്റ്റ് 100 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ആദ്യം ആഡ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഹെഡ് വാല്യൂ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ലിസ്റ്റ് ഡോട്ട് ഹെഡ് എന്ന് പറയുന്നത് ഈ ന്യൂ നോഡ്. ഈ ന്യൂ നോഡ് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ അതിനാണ് 2 ക്ലാസ് ആയിട്ട് കൊടുത്ത കേട്ടോ. നോഡിന് വേണ്ടി ക്ലാസ്സും ലിങ്ക് ലിസ്റ്റ് മൊത്തത്തിന് വേണ്ടി ഈ ക്ലാസ്. അപ്പോൾ ഈ ന്യൂ നോഡ് ഉപയോഗിക്കുമ്പോൾ ഓരോ നോഡും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. എന്തൊക്കെയാണ് പോകുന്നത്? ഡേറ്റയും നെക്സ്റ്റ് വാല്യൂ ആണ് പോകുന്നത്. ഡേറ്റ ആയിട്ട് 100ഉം ലിസ്റ്റ് ഡോട്ട് ഹെഡ് എന്താണ് ആദ്യം നള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റയും നെക്സ്റ്റ് വാല്യൂ ആണ് നോഡിലോട്ട് പോകുന്നത്. ഇവിടെ ഡേറ്റ ആയിട്ട് ആദ്യം എന്ത് വരും? 100 പോവും, ലിസ്റ്റ് ഡോട്ട് ഹെഡ് ആയിട്ട് നള്ളും പോവും അല്ലേ? 100 ആൻഡ് നൾ. അത് നേരെ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താണ്? ഡേറ്റ ആയിട്ടും നെക്സ്റ്റ് ആയിട്ടും റീപ്ലേസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? വരുന്ന ഡേറ്റയെ, അതായത് ഈ ഡേറ്റയാണ് ഈ ദിസ് പോയിന്റ് ചെയ്യുന്നത്. ഈ ഡേറ്റയെ അതേപോലെ ആക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഹെഡ് വാല്യൂ ആയിട്ട് എന്ത് വരും? 100 വരും, അതിന്റെ നെക്സ്റ്റ് നള്ളും വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. നമ്മൾ കൺസോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ആദ്യം ഡേറ്റ 100, നെക്സ്റ്റ് നള്ള്. ഓക്കെ, നമ്മൾ ആദ്യം ലിസ്റ്റ് ഡോട്ട് ഹെഡ് കൺസോൾ ചെയ്യുമ്പോൾ നള്ളായിരിക്കും വരുന്നത്. നമ്മൾ ലിസ്റ്റ് ഡോട്ട് ഹെഡ് റീപ്ലേസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത ഒരു വാല്യൂം കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ 200 ആഡ് ചെയ്തു. 200 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 100 മാറി എന്താവും? 200 വരും. അപ്പോൾ ഇവിടെ ഡേറ്റയ്ക്ക് 100 മാറി 200 ആവും. ലിസ്റ്റ് ഡോട്ട് ഹെഡ് ഇപ്പോൾ നള്ളല്ല, എന്താണ്? ഈ ഒരു നോഡാണ് ഹെഡിൽ കിടക്കുന്നത്. അത് ഫുള്ള് ഇങ്ങോട്ടേക്ക് മാറുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഡേറ്റ മാറി 200 ആവുന്നു. ഓക്കെ, ഫോക്കസ്. ഡേറ്റ മാറിയിട്ട് 200 ആവുന്നു. ഇതിന്റെ നെക്സ്റ്റിലേക്ക് ഈ നോഡ് വരുന്നു. അങ്ങനെ വരുമ്പോൾ
ഈ ഇതിന്റെ നെക്സ്റ്റിലേക്ക് ഈ ഒരു ഫുൾ നോഡാണ് വരുന്നത് അല്ലേ? ഡേറ്റ മാറി 200 ആയി, നെക്സ്റ്റ് മാറി ഈ ഒരു നോഡായി. ഇങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ 200 കഴിഞ്ഞ് 300 ആണ് വരുന്നതെങ്കിൽ ഇതിന് മുൻപേ വരും. അങ്ങനെയാണ് ഇൻസേർട്ട് ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ആവുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഈ ഒരു നോഡിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എളുപ്പമാണ്. ഈ ഒരു ഇൻസേർട്ട് ഫസ്റ്റും ഇൻസേർട്ട് ഫസ്റ്റ് വളരെ എളുപ്പമുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു.